ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് അപ്പം, ഇടിയപ്പം, പൊറോട്ട, ചപ്പാത്തി, നെയ്ച്ചോറിൻ്റെ കൂടെ വരെ നമുക്ക് അടിപൊളിയായിട്ട് സേവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബീഫ് കുറുമയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്, എന്നാൽ അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം. ചാനൽ ഇതുപോലെ ഒരുപാട് റെസിപ്പീസ് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ഇത് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്, അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുക്കറൊന്ന് ചൂടായ ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് നമ്മുടെ കയ്യിലുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏലക്കായ്, പട്ട, ഗ്രാമ്പ് ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 മീഡിയം സൈസ് സവാള നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴണ്ട് വന്ന ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പീസും ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടിട്ട് പിന്നെ 3-4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് തന്നെ ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, പച്ചമുളകിൻ്റെ എരിവ് ഉണ്ടാവും. പിന്നെ കുരുമുളക് പൊടി, അപ്പോൾ നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ പോകുന്നത് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം പൊടികളായിട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ നേരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എരിവ് നോക്കിയിട്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി അത് ഈ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചക്കുത്തും ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കിലോ ബീഫ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന് 4 കട്ട് ചെയ്തിട്ട് ഒന്ന് 2 കട്ട് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് വെന്ത് വരുന്ന സമയത്ത് കുറച്ച് വലിയ പീസ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കണം. അപ്പം അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഉരുളക്കിഴങ്ങ് കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോഴേ ഈ മസാലയൊക്കെ ഇതിലൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് വേവിക്കാനായിട്ടുള്ള വെള്ളം ചേർക്കുക. അപ്പം ഞാനിവിടെ തേങ്ങയുടെ 2ാം പാലാണ് ചേർക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സാധാ നോർമൽ വെള്ളത്തിലും വേവിച്ചെടുക്കുക. അപ്പം ഈ തേങ്ങാപ്പാലിൽ തന്നെ വേവിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുക്കർ അടച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ബീഫ് അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക, അപ്പോഴേ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ വലിയ പീസായിട്ട് ഇട്ടിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിൽ നിന്ന് എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഈ ഒരു ബീഫ് കുറുമയുടെ ഒരു സീക്രട്ട് കൂടിയാണ്. അപ്പോൾ ഒന്ന് ചൂടാറിയ ശേഷം പിന്നെ നമുക്ക് ഇതിലോട്ട് ഇപ്പോൾ ഒരു 10-15 അണ്ടിപ്പരിപ്പ് എടുക്കുകയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ 5-6 അണ്ടിപ്പരിപ്പ് ഒരു 5 ബദാമും കൂടി ചേർക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് കുറവായതുകൊണ്ടാണ് ബദാമും കൂടി ചേർത്ത് കൊടുത്തത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താലും മതി. നമ്മുടെ കറി ഒന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അരപ്പ് ചേർക്കുന്നത്. അപ്പം ഞാനിത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തന്നെയാണ് ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നത്. നല്ല പേസ്റ്റാക്കി അരച്ചെടുത്ത ശേഷം ഇത് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം അതിനായിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ചധികം തന്നെ മല്ലിയിലയും പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങളുടെ എരിവിന് അനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നാൽ നമുക്കൊരു 1/2 കപ്പ് 1ാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒരു 1/2 കപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമ്മുടെ ഈ തേങ്ങാപ്പാൽ ജസ്റ്റ് ഒന്ന് ചൂടായി വന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പം ഇത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുവരെ ബീഫ് കുറുമ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാനിവിടെ ഇതിൻ്റെ കൂടെ ഊത്തപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.